ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുന്നവരാണോ നിങ്ങൾ? ചിന്തകൾ എന്ന് പറയുന്നത് എല്ലാവരുടെ മനസ്സിലുമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ചിന്തിച്ച് അതിനെ കൂടുതൽ അനലൈസ് ചെയ്ത് നമുക്കൊരു പ്രധാന തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ പോലും അതിന് കഴിയാതെ വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ അമിത ചിന്തകൾ വരുന്നതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഓവർ തിങ്കിങ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തുന്ന ഒരു കാര്യമാണ്. വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഓവർ തിങ്കിങ് കാരണം പിന്നീട് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു സ്ട്രെസ്സ് ഫോം ചെയ്യുകയും ഇത് ശാരീരിക വേദനകൾക്കും വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും തലവേദന തുടങ്ങി പലതരത്തിലുള്ള സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്കും വരെ കാരണമായി തീരുന്നുണ്ട്. ഓവർ തിങ്കിങ് ഭൂരിഭാഗം ആളുകളിലും ആരംഭിക്കുന്നത് അവരുടെ ഉപബോധ മനസ്സിൽ പ്രോസസ്സ് ചെയ്യപ്പെടാതെ കിടക്കുന്ന എന്തെങ്കിലും ഇമോഷൻസിൽ നിന്നാവാം. അത് ദേഷ്യമോ സങ്കടമോ ഭയമോ നിരാശയോ എന്തും തന്നെയാകാം. ഇത്തരത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാതെ സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന വികാരങ്ങൾ, അതിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലേക്കും ചിന്തയെ കൊണ്ടുപോവുകയും അത്തരം ചിന്തകൾ പിന്നീട് ഒരു ലൂപ്പ് ഫോർമേഷന് കാരണമായി തീരുകയും ചെയ്യുന്നു. പിന്നീട് ഇതിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കണമെന്ന് തോന്നിയാൽ പോലും അത്തരം ഒരു ചിന്തയുടെ ആ ഒരു ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ സാധിക്കാതെ വരുന്നു. എപ്പോഴും ഇതിൻ്റെ ഈ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും ഒരു പൂർണ്ണമായ ഒരു മോചനം സാധ്യമാവുകയുള്ളൂ. ഇവിടെയാണ് സ്മൃതി മെഡിറ്റേഷൻ നിങ്ങൾക്ക് സഹായമായി തീരുന്നത്. സ്മൃതി മെഡിറ്റേഷൻ വഴി നിങ്ങളുടെ ചിന്തകളെ സ്വയം അനലൈസ് ചെയ്ത് ഉപബോധ മനസ്സിലുള്ള യഥാർത്ഥ ഓവർ തിങ്കിങ്ങിൻ്റെ കാരണത്തെ കണ്ടെത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് പരിഹരിക്കുന്നതിലൂടെ ഈ ഒരു ലൂപ്പിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കുകയും പിന്നീട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓവർ തിങ്കിങ് പലരെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. സപ്രസ് ചെയ്തു വെച്ചിട്ടുള്ള ഇമോഷൻസ് എങ്ങനെയാണ് പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നത്? ഇതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം സ്മൃതി മെഡിറ്റേഷന് വന്നൊരു ലേഡി, അവരൊരു 30 years ആയിട്ടുള്ള ആളാണ്. അവർക്ക് വളരെ കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു തലവേദന, അത് അവർ ഒരുപാട് ചികിത്സകൾ തേടി, പക്ഷെ ഒരു പരിഹാരവും കാണാൻ സാധിച്ചില്ല. അവർ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം, എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ സ്മൃതി മെഡിറ്റേഷൻ വഴി അവർ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു +2 പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ്. ഒരു എക്സാം ഹാളിൽ വെച്ച് അടുത്തിരിക്കുന്ന കുട്ടി കോപ്പി അടിക്കുകയും ഇത് ടീച്ചർ തെറ്റിദ്ധരിച്ച് ഇവരാണെന്ന് കരുതി അവരോട് നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അവർക്ക് അവരുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാനോ അവരുടെ ഒരു സത്യസന്ധത പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഗിൽട്ട് ഫീലിംഗ് അവരുടെ മനസ്സിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഈ ഒരു ഗിൽട്ട് ഫീലിംഗ് അവർ പല സമയത്തായിട്ട് അവരുടെ മനസ്സിൽ വന്നു പോയിട്ടുമുണ്ട്. എന്നാൽ അവരത് കഴിഞ്ഞു പോയ കാര്യമല്ലേ, അതിൻ്റെ ഒരു ചിന്ത വരുന്ന സമയത്ത് പോലും അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സ്മൃതി മെഡിറ്റേഷൻ വഴി ഈ ഒരു കാര്യം ക്ലിയർ ചെയ്തതിന് ശേഷം അവർക്ക് 5-6 മാസത്തോളമായി ഇതുവരെയും ആ ഒരു തലവേദനയുടെ അറ്റാക്ക് ഇന്നതുവരെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ ഓവർ തിങ്കിങ് കാരണം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ട എന്ന് കരുതി നമ്മൾ സപ്രസ് ചെയ്തു പോയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പിന്നീട് എങ്ങനെയാണ് ഒരു രോഗമായി തീരുന്നത്. ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളിൽ പ്രധാനമായും 4 ബിഹേവിയേഴ്സാണ് കണ്ടുവരുന്നത്. ഒന്നാമതായി ഏതൊരു കാര്യത്തിനും ഒരു പ്രത്യേക ഭയം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ട സാഹചര്യത്തിൽ അതിന് കഴിയാതെ വരിക. മൂന്നാമതായി പറയുന്നത് തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, സെൽഫ് ബ്ലെയിമിങ്. നാലാമത്തെ കാര്യം പീപ്പിൾ പ്ലീസിങ്, എപ്പോഴും മറ്റുള്ളവരുടെ ഒരു വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എന്തിനോടുമുള്ള ഒരു പ്രത്യേക ഭയം എന്ന് പറയുന്നത് ഇത്തരം ആളുകളുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അവർ ഏതൊരു ചെറിയ കാര്യത്തിന് പുറപ്പെടുമ്പോഴും ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും, ഇത്തരം ചിന്തകളായിരിക്കും മനസ്സിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം അനിശ്ചിതമായി മാറ്റിവെക്കപ്പെടാനും അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനും വരെ അത് കാരണമായി തീരും. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് ഡ്രൈവിംഗ് പഠിച്ചിട്ടും വാഹനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു ഓവർ തിങ്കിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവർ ആദ്യം ചിന്തിക്കുന്നത്, ഞാൻ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും, അത് അവരൊരു യാഥാർത്ഥ്യമായി മനസ്സിൽ കാണുകയും പിന്നീട് അതൊരു ഭയമായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഭയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും മാറ്റിയെടുക്കാത്തിടത്തോളം കാലം അവർക്ക് ഒരു കാര്യത്തിലും പൂർണ്ണമായ ഒരു വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. രണ്ടാമതായുള്ള കാര്യമാണ് തീരുമാനമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഏതൊരു സാഹചര്യത്തിൽ എത്തിപ്പെടുമ്പോഴും ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ
അത് എടുത്തു കഴിഞ്ഞാലുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നത്. അത് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ നല്ല റിസൾട്ട് ലഭിക്കുകയില്ലേ, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും, ഇത്തരം 100 ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഒരു തീരുമാനത്തിൽ എത്തിപ്പെടാൻ സാധിക്കുകയില്ല. ഇത് കാരണം പല അവസരങ്ങളും നഷ്ടമാവുകയും, ഉദാഹരണത്തിന് ഒരു ജോലി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ നല്ല ജോലി ലഭിക്കുന്നതിനെക്കുറിച്ചും, അല്ലെങ്കിൽ ആ ജോലിയിൽ തുടർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് പലപ്പോഴും നല്ലൊരു തീരുമാനം അവർക്ക് ആ കാര്യത്തിൽ എടുക്കാൻ കഴിയാതെ വരികയും അത് കാരണം ജോലി തന്നെ നഷ്ടമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ അവരുടെ തീരുമാനം കൊണ്ട് പല കാര്യങ്ങളും നഷ്ടമാവുമ്പോൾ ഇതൊരു കുറ്റബോധമായി രൂപപ്പെടുകയും ഇത് മനസ്സിന് കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓവർ തിങ്കിങ് പാറ്റേൺ അവസാനിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാനും കൂടുതൽ കാര്യങ്ങളിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇതിൽ മൂന്നാമതായി വരുന്ന കാര്യമാണ് സെൽഫ് ബ്ലെയിം, അല്ലെങ്കിൽ തന്നെ കുറ്റപ്പെടുത്തുക എന്നത്. ഓവർ തിങ്കിങ് എങ്ങനെയാണ് സെൽഫ് ബ്ലെയിമിന് കാരണമായി തീരുന്നതെന്ന് വെച്ചാൽ, ഇവർ ചെയ്തു പോയ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അല്ലെങ്കിൽ പറഞ്ഞു പോയ ഒരു വാക്ക്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ചിന്തകൾ വരികയും അതിനെ കൂടുതൽ അനലൈസ് ചെയ്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു, ആ ഒരു പ്രശ്നം എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു, എല്ലാം എൻ്റെ ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാരത്തിൻ്റെ ഒക്കെ പ്രശ്നമാണെന്ന് ചിന്ത വരികയും അത് സെൽഫ് ബ്ലെയിമിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇവിടെ പലപ്പോഴും ആ ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കില്ല അവർ ചിന്തിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും അതുകൊണ്ട് പറഞ്ഞു പോയതുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും മാത്രമായിരിക്കും. ഇത് കാരണം എല്ലാ പ്രശ്നവും എൻ്റേതാണ് എന്ന ചിന്ത വരികയും അത് ആത്മവിശ്വാസക്കുറവിന് കാരണമാവുകയും പിന്നീട് പല കാര്യങ്ങൾ ചെയ്യാനും ഒരു ഭയം രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. സെൽഫ് ബ്ലെയിം ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് ഞാനാണ് തെറ്റ്, ഞാനാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഒരു തെറ്റ് കാരണമാണ് മറ്റുള്ളവർ ഇങ്ങനെ പെരുമാറുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എല്ലാ തെറ്റുകളും ഇവരുടേതാണ് എന്ന രീതിയിൽ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുകയും ഈവൻ ഒരു മിസ്ബിഹേവിയർ കാണിച്ചാൽ പോലും അത് തൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ വിശ്വസിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സെൽഫ് ബ്ലെയിമിങ് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ടോക്സിക് ബിഹേവിയറിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവുകയും ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യുന്നു. ഇതിൽ അവസാനമായി വരുന്ന ഒരു കാര്യമാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. എപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ വേണ്ട എന്ന് വെച്ച് ഒരു നോ പറയേണ്ട സിറ്റുവേഷൻസിൽ പോലും അത് പറയാതെ ഒരുപാട് നല്ല കുട്ടി ഇമേജ് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പലപ്പോഴും ഇതൊരു നല്ല സ്വഭാവമായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവിടെ ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. തൻ്റെ ഇമോഷൻസ് പോലും അവർക്ക് പലപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയാറില്ല. ഒരു ദേഷ്യം വരുന്ന സിറ്റുവേഷനിൽ താൻ ആ ഒരു ദേഷ്യം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നോട് അവർക്കുള്ള ഇഷ്ടം കുറഞ്ഞു പോകുമോ തുടങ്ങിയ ചിന്തകൾ കാരണം അതൊക്കെ മാറ്റിവെച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ച് പിന്നീട് ഒരുപാട് രോഗാവസ്ഥകളിലേക്ക് എത്തിപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. കൂടുതലായും ഹൗസ് വൈഫായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരുപാട് ജോലി ആഗ്രഹിച്ച് നിന്നിട്ടും അത് ചെയ്യാൻ സാധിക്കാതെ വീടുകളിൽ ഒതുങ്ങിപ്പോകുന്ന ആളുകൾ, ഇത്തരം ആളുകളിലൊക്കെ ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഓവർ തിങ്കിങ് കൂടാതെ പാരൻ്റൽ ബിഹേവിയറിനും ഇതിന് വലിയൊരു പങ്ക് ഉണ്ട്. കാരണം ചെറുപ്പകാലത്ത് ഇമോഷണൽ അറ്റൻഷൻ കിട്ടാതെ വളരുന്ന ഒരു കുട്ടി അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ തൻ്റെ ഇമോഷൻസിന് വലിയ പ്രാധാന്യമില്ല, താനാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്, എന്നാൽ മാത്രമേ തനിക്കൊരു വാലിഡേഷൻ കിട്ടൂ തുടങ്ങിയ ചില വിശ്വാസങ്ങൾ രൂപപ്പെടുകയും ഇത് ഒരു പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടറിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ അവരുടെ ആ ഒരു പീപ്പിൾ പ്ലീസിങ് ക്യാരക്ടറിനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ അവർ ശ്രമിക്കുമ്പോൾ മാത്രമേ അവരുടെ ആ ഒരു ബിഹേവിയറിൽ നിന്ന് മാറാനും തൻ്റെ ഇഷ്ടങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവർ ശരിയായ രീതിയിലുള്ള ഒരു സന്തോഷം അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് പാറ്റേണിൽ നിന്നും പുറത്തു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ശ്രീരുദ്രയിലേക്ക് വരാം. സ്മൃതി മെഡിറ്റേഷൻ വഴി അതിനൊരു ശാശ്വത പരിഹാരം നേടുകയും ചെയ്യാം.